അഖിൽ, ഹൗ ഇസ് ഇറ്റ്? എങ്ങനെയുണ്ടെങ്കിലും പറയും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും അഖിലും കൂടി ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ കൂനിച്ചുമല. ഇതിൻ്റെ മുകളിൽ കൂനിച്ചുമല എന്ന് പറയുന്നുണ്ട്, നമ്മുടെ മാതാ മലയും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ടും ഒരുമിച്ച് അതിന് കൂനിച്ചുമല എന്നാണ് ഇപ്പോൾ കൂടുതൽ പേരും ഷോർട്സിലൊക്കെ ഇടാറുള്ളതല്ല. കൂനിച്ചുമല, മാതാ മല എന്നാണ് നമ്മളിതിൻ്റെ വീഡിയോസ് പണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ളത്. ഈ സ്പോട്ടിൽ നിന്നാണ് മുകളിൽ പോകുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുരിശുമലയാണ്. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ ബൈക്കിലൂടെ വെച്ചിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കുറച്ച് കിണറൊക്കെ ഉള്ളത്. സോ കിണറ്റിന്ന് കുടിക്കാനൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ നിന്നാണ് കുടിക്കാറുള്ളത്. ക്യാമറ അകത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ദൂരെ വെച്ച് കാണിച്ചിട്ട് എടുത്ത് എൻ്റെ ക്യാമറ അഖിൽ കുടിക്കാൻ. ഇവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് കുടിക്കാറുണ്ട്. നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ ഞാനും കുടിച്ച് തിരിച്ചു വരുമ്പോൾ കൊള്ളാം, തണുപ്പുണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ അങ്ങനെ കറക്റ്റ് അതിൻ്റെ കുറച്ച് ദൂരം നമ്മൾ കാട് പോലെ കറക്റ്റ് കാടിൻ്റെ അകത്തൂടെ നടക്കേണ്ടതുണ്ട്. നിങ്ങൾ വരുമ്പോൾ ആ കിണറിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ടാണ് പോവുള്ളൂ. അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടാണ്. അതിന് അതിൽ കയറാൻ കുറച്ച് പാടാണത്. സോ പേഴ്സണലി അത് പാടായതുകൊണ്ട് നമുക്ക് വേണ്ട, നമ്മൾ വേറെ വഴിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആളുകളൊക്കെ ചവിട്ടി വലിയ ചെളിക്കുണ്ടായിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് പ്രകൃതി കുറച്ച് വ്യത്യാസമായിട്ടുണ്ട് കേട്ടോ കാണാൻ. കുറച്ച് ഇതൊക്കെ ഉണ്ട്, കമൊക്കെ നട്ടിട്ടുണ്ടല്ലോ അല്ലേ. കാട്ടിലൂടെ നടക്കുകയാണ് ഞാനും അഖിലും. യെസ്, ഇത് കണ്ട് നിങ്ങളായും പേടിക്കണം, ഞാൻ ബെൽറ്റ് ഇട്ടിരിക്കണമെന്നല്ല, അത് ഗോപ്രോയാണ്. ഇതാണ് തണുപ്പുണ്ടല്ലോടാ.
യെസ്, അങ്ങോട്ട് പോകണമെങ്കിലേ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. യെസ്, ഫ്രണ്ട്സ്, ഇല്ല ഇനി കയറാനുള്ള പാത അങ്ങനെ കിടപ്പുണ്ട്. കയറണേ, എല്ലാം താങ്ങിക്കോളാം. ചരക്കലുണ്ട്. കയറാം, ഭയപ്പേ കയറണടാ. ഓരോ ചവിട്ടും സൂക്ഷിച്ചായിരിക്കും. ഓ, നിനക്ക് കോട്ടും കൂടെ ഉണ്ടല്ലേ? കുഴപ്പമില്ല, ക്യാമറയും കോട്ടും കൂടെ ആകുമ്പോൾ എനിക്ക് പറ്റില്ല. ഫ്രണ്ട്സ്, ഒരു സൈഡ് കറക്റ്റ് പൊക്കെയെന്നില്ല പറയാം, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അയ്യോ, അതിന് എങ്ങനെയുണ്ടോ വൈബ്? ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും കയറിയപ്പോൾ ഇവിടെ നിന്ന് കണ്ട കാഴ്ച, വാട്ട് എ വ്യൂ. ഓവർ മഞ്ഞില്ലെങ്കിലും കൊള്ളാമല്ലേ? ബട്ട് നിങ്ങൾ കെയർ ആണ് ഏറ്റവും പ്രധാനം. സൂക്ഷിച്ച് ഓരോ പടികളെടുത്ത് വയ്ക്കുക. ആ ഗ്ലാസ് സൈഡ് സീനാണ്. അമ്മച്ചേ, ഇതോടെ മോളിൽ കയറാം, അതുവഴി പോണ്ടല്ലേ? അയ്യോ, ദൈവമേ, അങ്ങനെ എത്തിക്കഴിഞ്ഞു. എടാ അയ്യടാ, എങ്ങനെയുണ്ടാകില്ലേ അമ്മ? അതാണ് നമ്മളെ കുറിച്ച് അല്ലേടാ. അത് കാളിമറ. മരണ മാസറാ ഫ്രണ്ട്സ്, ഇതാണ് വ്യൂ. അപ്പോ ഫ്രണ്ട്സ്, ഹൗസ് ഇറ്റ് അഖില ചത്ത്. യാ, വാ. അങ്ങനെ ട്രിവാൻഡ്രത്തിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ട്രക്കിംഗ് ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ്. യാ, എവിടെ ആസ്തി? ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ദി എന്നാണ് പറഞ്ഞത്, ഇനിയുണ്ട്. ഓക്കെ, ഇതാ ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ നമ്മുടെ ആകാശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്കങ്ങ് മുകളിലേക്ക് കയറി അങ്ങ് അതിൻ്റെ അതുവഴി പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് പോകാറുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പിലെത്തി, ഇനി നമുക്ക് താഴേക്ക് ചരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലെത്തും. ഇതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ട്. ഇവിടെ ഈ ഒരു ഏരിയ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭൂതി നമുക്ക് കാണാം. ഇത് അവിടെ കാണപ്പെടുന്ന നമ്മൾ ആ ഡാമിൻ്റെ ചിറപ്പാണ്. പിന്നെ ഇവിടെ നിന്ന് ഇവിടെ അകലെ നിൽക്കണം, ഇത് കുരിശുമല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ എല്ലാം അടിപൊളിയാണ് കാണാൻ. പിന്നെ നമുക്ക് ഇവിടെ നിന്നതിന് ശേഷം ആ വഴി കയറി അതുവഴി കയറി അങ്ങ് നമ്മൾ മുകളിൽ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടേക്കാണ് അത് ചരിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് നേരം ഇവിടെ നിന്നു. ഇനി അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ലാസ്റ്റ് നമ്മൾ അവിടെ പോയപ്പോൾ നമുക്കൊരു കിളിക്കൂടെ കാണാൻ വേണ്ടി ഓർമ്മ വേണ്ട. അത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, പ്രകൃതി ഭംഗിയും കൂടെ എടുക്കണം അല്ലേടാ, അതിലല്ലേ കാര്യം. ഇവിടുത്തെ വഴി ഇടിയും വേടാകില്ലേ? ഓ ഫ്രണ്ട്സ്, അവിടെ നിന്ന് മഞ്ഞ് വരുന്നു ഫ്രണ്ട്സ്. യാ, ഇവിടെ അങ്ങോട്ട് സീൻ ഇറങ്ങണം. കുറച്ച് റഫാണ് ഈ സ്ഥലം നടക്കുന്നുണ്ട്. സൂക്ഷിച്ച് ചലിക്കണം. ഞാൻ അതുകൊണ്ട് കോട്ടൊക്കെ എല്ലാം എടുത്തിട്ട്, കാരണം കോട്ട കൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പാടാണ്. യെസ്, അഖിലേ ചെറുതായിട്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പേടിക്കണ്ട, എന്നാലും ചെറുതായിട്ട് പേടിക്കണം. വാടാ നീ, അത് ശരിയാണ്. കൂടുതലെടുത്ത് അടുത്തടുത്ത് പറഞ്ഞ സീനാണല്ലോ.
ഇതൊക്കെ സ്പീഡ് പോലെ കിട്ടാ അതിലടാ. കണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് കണ്ടാ. ആ ശരി കാണാം. വാ അഖില, ഇനിയാണ് ഇതിൽ കിട്ടുമ്പോൾ സെറ്റ് ആയിരിക്കണം കണ്ടാ. യെസ്. ഞാൻ വേർത്ത് പൊളിച്ചയ്യോ. വാ ഫ്രണ്ട്സ്, കോട ഇറങ്ങിക്കഴിഞ്ഞു. നമ്മളെ മീശ പുലിമലയിൽ കോട ഇറങ്ങണം എന്ന് പറയണ പോലെ ഇതാ അവിടെ കോട ഇറങ്ങിക്കഴിഞ്ഞു. ഉള്ള കോടയെല്ലാം ഇറങ്ങിയതാ. ഇപ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാ നമ്മുടെ കുരിശുമലയിൽ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഇപ്പത്തുപരം കഴിയുമ്പോൾ എല്ലാം മാറുന്നത്. ഇവിടെ മൊത്തം എന്താ അടിപൊളി സെറ്റായി വരുന്നുണ്ട്. അവിടെ മഞ്ഞെല്ലാം കോടയിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ നോക്കട്ടെ, ഏകദേശം കോടയൊക്കെ ഇറങ്ങി. അപ്പോൾ കുറച്ച് കോട ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഫുള്ള് അങ്ങനെ ഒരു 10 മിനിറ്റില്ല, കുറച്ച് സമയം ഉണ്ടായത്. അടിപൊളിയായിരുന്നു. വാ. അപ്പോൾ ഇവിടെ എല്ലാം കോടയെല്ലാം ഇറങ്ങി കൊണ്ടിരുന്നതാണ്. അതെല്ലാം മാറി ഇപ്പം തന്നെ ഇനിയിപ്പം എല്ലാം തുപ്പറ സമയത്തിനകത്ത് ഇതെല്ലാം മാറി സെറ്റാവും. യെസ് കണ്ടാ, ഇതാ ഒരു ഏരിയ നമുക്ക് ഞങ്ങൾ മുകളിലേക്ക് പോകാൻ പറ്റും. അതാ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാകില്ലേ ഫ്രണ്ട്സ്. കണ്ടാ കോടയെല്ലാം ഇറങ്ങി പോകുന്ന ആ വിഷ്വൽസാണ് കണ്ടാ. ഇപ്പോൾ കോടയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ ഉണ്ടായിരുന്ന ഒരു പ്രകൃതിയല്ലേ അല്ലേ ഇവിടെ. ഇത്തുപ്പറ സമയത്തിനകത്ത് തന്നെ ആ കോട എല്ലാം മാറിയുണ്ട്. അവിടെയെല്ലാം ആ ഒരു വൈബ് ഫുള്ള് മാറി അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ മുകളിൽ വന്നപ്പോൾ നല്ല വിശപ്പുണ്ട്. സോ ഞാനും അഖിലും കൂടെ നമ്മളിപ്പോഴായിട്ട് കുറച്ച് സമയത്തിന് മുന്നേ നമ്മളിതാ ഈ ഒരു പാർട്ട് ഫുള്ള് കോടയായിരുന്നു. നേരത്തെ കോട ഫുള്ള് മുങ്ങിക്കിടന്നുകൊണ്ട് ഈ ഭാഗം ഒന്നും കാണിക്കാൻ പറ്റില്ലാണ്ട്. ഈ ഭാഗത്തെ കാഴ്ചകളാണ് ഇതെല്ലാം. ഇതിന് ഇവിടെ നമുക്കങ്ങ് മുകളിലേക്ക് ചലിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വ്യൂസ് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് ചലിക്കാം ഫ്രണ്ട്സ്. നമ്മളപ്പോൾ കുറച്ച് ഇരുട്ടി വരുന്നുണ്ട്. എക്സ്ട്രീം നമ്മൾ മുകളിലേക്ക് എത്തിയതാ ആ ഒരു റീജിയങ്ങളുടെ ആ മേഘത്തിൻ്റെ കളർ വ്യത്യാസം ഉണ്ടോ? യെസ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുരിശ് മല അല്ലെങ്കിൽ നമ്മൾ മാതാമലയുടെ ഏറ്റവും ടോപ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വ്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ട് വേണ്ടി പോകാൻ വേണ്ടി പോകുന്നത്. ഫ്രണ്ട്സ്, കുറച്ച് വർഷങ്ങൾക്കാണ് ഞാൻ ഈ ഫ്ലൈയിങ് ഗെയിം വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ നമുക്ക് കുറച്ച് വ്യൂസ് എടുക്കാം. ലാസ്റ്റ് ഒരു വീഡിയോസ് കണ്ടതായിട്ടുള്ള ടെൻ്റ് അടിച്ചപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊക്കെ ഞാൻ ഇവിടെ തന്നെ. അപ്പോൾ ടെൻ്റ് അടിക്കാൻ കൊള്ളാമല്ലേ ഇവിടെ. ഫുള്ള് ഹൈറ്റുള്ള ഏരിയ ആണ് ഇവിടുത്തെ. ആ ഒരു ഏരിയയിൽ നിന്ന് കോട അടുത്ത് ഇറങ്ങി വരികയാണ്. വാട്ടർ മെജസ്റ്റിക് വ്യൂ. നന്ദിയുണ്ട്. നമ്മൾ കുറേ നല്ല കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള അത്യാവശ്യമുള്ള ക്ലൈമറ്റാണ് നമുക്കിന്ന് കാണാൻ പറ്റില്ല. ആകില്ലേ എങ്ങനെയാണ് ക്ലൈമറ്റ്? നല്ല കോടയൊക്കെ അതന്നെയല്ലേ. എടാ നമുക്ക് കോട എങ്ങനെയാണ് നല്ലത് കാണാൻ പറ്റിയല്ല? കിടുവായിരുന്നു. ഓക്കെ, കോടയൊക്കെ നല്ല കാണാൻ പറ്റി. പിന്നെ വേറൊരു കാര്യം കൂടെ അവൻ കണ്ടുപിടിച്ചതാ, അതാണ് ഫ്രണ്ട്സ് അഗസ്ത്യ മല. നമ്മൾ അടുത്തൊരു ട്രിപ്പ് അങ്ങോട്ട് വയ്ക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ തുടർന്ന് നമ്മൾ കുറേ ട്രിപ്പുകളൊക്കെ പോകാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ടൈം ഞാൻ ഇട്ടതായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വന്നിട്ടതായിട്ടുള്ള പ്ലേസിലെ വീഡിയോസ് കണ്ടു. എനിക്ക് പെട്രോൾ അടിക്കാനൊന്നും ചിലവാക്കിയ പൈസ 2 വർഷം കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സന്തോഷിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെയല്ല. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ 1 മാസം കൊണ്ട് തന്നെ പെട്രോൾ അടിക്കാൻ വന്ന പൈസയിനേക്കാളും കൂടുതൽ പൈസ പ്രതീക്ഷിക്കുന്നു അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. ഇത് മാതാമല അല്ലെങ്കിൽ കുനിശി പാറ എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. വൈറലായി കഴിഞ്ഞു, വീണ്ടും സെക്കൻഡ് ടൈം വൈറലാണ്. നമ്മളല്ലേ ഇപ്പോൾ സെക്കൻഡ് ടൈം വൈറലാണ്. ഓക്കെ, പിന്നെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് മാതാമല അടിച്ചു നോക്കണം. മാതാമല അടിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇട്ട ഫോട്ടോ ആണുള്ളത് അതിൽ ഗൂഗിൾ മാപ്പിൽ. ഗൂഗിൾ മാപ്പല്ല, ഗൂഗിളിൽ
ഗൂഗിൾ ഇമേജസിൽ ഫസ്റ്റ് എൻ്റെ ഫോട്ടോയാണ് മാതാമല എന്ന് പറഞ്ഞ് കിടക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നതിൻ്റെ ഫോട്ടോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുവഴിയാണ് നമുക്ക് കൂടുതൽ ലെവൽ വ്യൂസ് കിട്ടിയത്. അത്യാവശ്യം തണുപ്പുണ്ട്, ഇപ്പോൾ കുറച്ച് തണുപ്പ് കിട്ടണമല്ലേ, ഒരു തണുപ്പൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഇസ് ആരും ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.